ഭാഗവതത്തിൽ ഇന്നത് മാത്രമാണ്, ഇത് ഭക്തി മാത്രമാണ് എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല ഒരിക്കലും. ആദ്യമേ പറഞ്ഞു ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പോഷിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഉണ്ട്, എല്ലാം വളരെ ഈക്വലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭാഗവതം കഥ പറഞ്ഞു പോകുന്നത് പോലെ പോകാൻ പറ്റില്ല ഒരിക്കലും. ഓരോന്ന് മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്, അതും കൂടി മനസ്സിലാക്കിയിട്ട് പോകാൻ. അപ്പം ഭാഗവതത്തിൽ സഗുണ ഉപാസനയും നിർഗുണ ഉപാസനയും, തത്വചിന്തയുണ്ട്, ആരാധനാവിധികളും ഉണ്ട്. വൈരാഗ്യത്തിനെ സഹായിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യവും അതിനകത്ത്. ഇനി ഈ ഭാഗവതത്തിൻ്റെ ഭാഷയെക്കുറിച്ച് നമ്മൾ പറയാനുണ്ട്. എന്താണ് ഈ കാൽപ്പനികമായിട്ട് പറഞ്ഞിരിക്കുന്നത്? കുറേ ബിംബകൽപ്പനകളുണ്ട്, പല ആദർശങ്ങളെയും ഇതൊക്കെ വളരെ സകാരമായിട്ട് പുരുഷ ആകാരങ്ങൾ സങ്കല്പിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് എന്നുള്ളത്. ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഈ കഥ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ഇതിൻ്റെ അവസാനം ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ രാജകുമാരി ഇങ്ങനെ പറന്ന് നടക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവൊക്കെ ഉള്ള രാജകുമാരിയാണ്. രാജകുമാരിക്ക് അഗ്നി വലിയ ഇഷ്ടമാണ്, തീ വലിയ ഇഷ്ടമാണ്. അങ്ങനെ രാജകുമാരി പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഇതുപോലെ കറങ്ങി നടക്കണ മറ്റൊരു രാജകുമാരനെ കണ്ടു. അപ്പോൾ ഈ രാജകുമാരിക്ക് വലിയ ഇഷ്ടമായി. കാരണം എന്താ, ഈ രാജകുമാരൻ പെട്ടെന്ന് അഗ്നിയുടെ രൂപം ആയിട്ട് മാറും. അപ്പോൾ രാജകുമാരിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇഷ്ടപ്പെട്ട ആൾ, എനിക്ക് വേണ്ടപ്പെട്ട ആൾ. അങ്ങനെ അവർ രണ്ടാളും കൂടി കണ്ടു, ഇഷ്ടത്തിലൊക്കെ ആയി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹവും കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവർക്ക് കുട്ടി ഉണ്ടാവേണ്ട കാലമായപ്പം ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചപ്പം ഈ കുഞ്ഞിന് ഇങ്ങനെ പാറി നടക്കാനൊന്നും ഇഷ്ടമില്ല. എന്ന് മാത്രമല്ല അതിന് ഈ അഗ്നിയെ ഇഷ്ടമല്ല. അഗ്നി എന്നെപ്പോഴും പോകും, ഇല്ല അഗ്നിയെ കണ്ടാലും അതിനെ നശിപ്പിക്കാൻ നടക്കും. അങ്ങനെ ഒരു കുട്ടി. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി, അച്ഛനും അമ്മയ്ക്കും. ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബത്തിലെന്നും പ്രശ്നമാണല്ലോ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവം വന്നിട്ട് ചോദിച്ചു, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് അഗ്നിയെ ഇഷ്ടമാണ്, ഇദ്ദേഹമാണ് അഗ്നിയുടെ രൂപം പ്രാപിക്കുന്ന ആളാണ്, എനിക്കാണ് അഗ്നി ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് ജനിച്ച കുട്ടി ഞങ്ങളെ സ്വഭാവം പോലെയല്ല, അഗ്നി ഇഷ്ടമല്ല, ഞങ്ങളെപ്പോലെ പാറി നടക്കാൻ ഇഷ്ടമല്ല, ഭൂമി തൊട്ടിങ്ങനെ നടക്കുക. അതുമല്ല, അത് ഓരോ വീട്ടിലും കയറി ചെല്ലും. ഏത് വീട്ടിലാണ് കയറി ചെല്ലുന്നത് ആ വീടിൻ്റെ സ്വഭാവം, ആ വീടിൻ്റെ രൂപത്തിൽ അവിടെ ഇരിക്കും. ഞങ്ങൾക്കിതൊക്കെ പ്രശ്നമാവുന്നുണ്ട്, ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം പറഞ്ഞു ദൈവത്തിൻ്റെ അടുത്ത്. അപ്പോൾ ദൈവം പറഞ്ഞു, അതങ്ങനെയാണ്, എൻ്റെ സങ്കല്പപ്രകാരമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇതിന് പരിഹാരമൊന്നുമില്ല, ഇതിങ്ങനെ അംഗീകരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൂന്നാളും ഇത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഈ ഭൂമിയിൽ അവർ മൂന്നാളും ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇതാണ് കഥ. ഈ കഥ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഈ കഥയിൽ എന്താ ഉള്ളതെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. കഥ കേട്ടല്ലോ അല്ലേ? ഇതുപോലെ കഥകൾ പറയുന്നതാണ് പുരാണങ്ങൾ. ഇനി നമുക്ക് ഈ കഥയിലെ കാര്യം എന്താണെന്ന് നോക്കാം. ഈ പറന്നു നടക്കുന്ന രാജകുമാരി ഓക്സിജനാണ്. അഗ്നിയുടെ രൂപം സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനാണ്. രാജകുമാരൻ ഹൈഡ്രജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ രാജകുമാരിയാണ്. ഇവർ രണ്ടാളും കൂടി ചേർന്നുണ്ടാകുന്ന ജലം കുട്ടിയാണ്. ഇപ്പോൾ കഥ മനസ്സിലായോ? ഇങ്ങനെ പ്രകൃതിയിലെ മാറാനാവാത്ത പ്രകൃതി നിയമങ്ങൾ, അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടായി, അതിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെയാണ് ഈ കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തത്വങ്ങളെ കഥാരൂപത്തിൽ പറയുന്നതാണ് പുരാണങ്ങളുടെ ശൈലി, കഥാശൈലി. അപ്പോൾ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞാൽ ശൗനകൻ ആദ്യം ചോദിച്ച പോലെ കഥാസാരം എന്താണ് അത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് കെമിസ്ട്രി എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കും. കാരണം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഭാഗവതത്തിലും അങ്ങനെ തന്നെ. അപ്പം ഭാഗവതത്തിൽ ആൾക്കാർ തമ്മിൽ യുദ്ധം ഉണ്ടാവും, ആൾക്കാർ തമ്മിൽ സ്നേഹം ഉണ്ടാവും, ഒളിച്ചോടലുണ്ടാവും, പിന്നെ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചരിത്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇതുപോലത്തെ ഓരോ തത്വങ്ങൾ പറയുന്നതാണ് പുരാണങ്ങളുടെ ശൈലി. ഇങ്ങനെയാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ഭാഗവതം തുടങ്ങുന്നത് ഇതുപോലെ പരീക്ഷത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് തുടങ്ങുന്നത്. തക്ഷകൻ്റെ വിഷബാധയേറ്റ് മരിക്കും എന്നൊരു ശാപം കിട്ടി. അങ്ങനെ ആ വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം പരീക്ഷത്ത് നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനൊക്കെ ഈ കഥയിൽ പറഞ്ഞതുപോലെ ആരാണ് ഈ പരീക്ഷിത്ത്, ആരാണ് തക്ഷകൻ, എന്താണ് തക്ഷകൻ്റെ വിഷം എന്നൊക്കെ ഒന്ന് നമ്മൾ അന്വേഷിക്കുന്നത് നല്ലതാണ് ഭാഗവതം തുടങ്ങുന്നതിൻ്റെ മുമ്പ്. തക്ഷകൻ എന്നുള്ളത് കാലത്തിൻ്റെ പ്രതീകമാണ്, കാലമാണ്. കാലത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും പറ്റില്ല. തക്ഷക വിഷമേൽക്കുക എന്ന് പറഞ്ഞാൽ മൃത്യു സംഭവിക്കണം. അപ്പം തക്ഷകൻ്റെ ദംശനം ഏൽക്കുന്നുള്ള ആ മൃത്യുഭയവുമായിട്ട് നിൽക്കുന്ന ജീവൻ പരീക്ഷിത്ത്, സംസാരത്തിൽ കുടുങ്ങിയിരിക്കുന്ന ജീവഭാവമാണ് പരീക്ഷിത്ത്. നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മരണത്തിൽ നിന്നാണ്. മരണത്തിൽ നിന്ന് എങ്ങനെ സ്ഥിരമായിട്ട് രക്ഷപ്പെടും? മുക്തി നേടും, അല്ലെ സാക്ഷാത്കാരം നേടും. ഇതാണ് കഥയിൽ പറയുന്നത്. അവിടെ ഗുരുഭാവത്തിൽ വരുന്ന ആളാണ് ശ്രീശുകൻ. പിന്നെ അതിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇത് ഭാഗവതം കേൾക്കുമ്പോൾ തുടക്കത്തിൽ വലിയൊരു തക്ഷകൻ, ഭീമാകാരമായിട്ട് ഭയാനകമായൊരു രൂപം, മൃത്യുവിൻ്റെ രൂപം. പക്ഷെ ഭാഗവതം അവസാനിക്കുമ്പോൾ സാറിനെ കളിയാക്കിയിട്ട് ചോദിക്കും, പരീക്ഷിച്ച് എന്തിനാ ഭാഗവതം കേട്ടത് ചോദിക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എത്ര ദിവസം ഇരുന്ന് കേട്ടു? 7 ദിവസം ഇരുന്ന് കേട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പരീക്ഷത്ത് മരിച്ചുപോയി. അപ്പോൾ പിന്നെ 7 ദിവസം ഇരുന്നിട്ട് എന്തിനാ കഥ കേട്ട് ഇങ്ങനെ ചോദിക്കും. പക്ഷേ പലരും പറയുന്നത് ഈ കഥ ഇങ്ങനെ തമാശ രീതിയിൽ പറയുമെങ്കിൽ കൂടി ഈ തക്ഷകൻ്റെ രൂപത്തിൽ വന്ന വ്യത്യാസം, വളരെ ഭയാനകമായിരുന്ന ഒരു സർപ്പത്തിനെ ഒരു ചെറിയ പുഴുവായിട്ടാണ് അവസാനം കാണുന്നത്. അക്സെപ്റ്റ് ചെയ്തു. ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചു, അക്സെപ്റ്റ് ചെയ്തു. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവഭാവത്തിൽ ജീവന് മനസ്സിലായി, ജീവൻ എന്നുള്ള ആത്മഭാവത്തിന് ഒരിക്കലും നാശമില്ല, ദേഹത്തിനാണ് നാശം. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ളതാണ്, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ആത്മാവിന് നാശമില്ല, ഇത് മനസ്സിലായി 7 ദിവസത്തെ കഥാശ്രവണത്തിന് ശേഷം. അപ്പം നമ്മൾ ഭാഗവതം കേൾക്കാൻ പോകുമ്പം ഇതും കൂടി ഓർമ്മിക്കണം. ഞാൻ പരീക്ഷിത്താണ്. ഓരോരുത്തരും ആലോചിച്ച്, ഞാൻ എന്തിനാണ് ഇത് കേൾക്കുന്നത്? മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. മുക്തി എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പരീക്ഷിത്ത് ഭാവത്തിലേക്ക് മാറാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. എന്തുകൊണ്ടാണ് പരീക്ഷത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്?